കുറേ നാളുകൂടി വെയിലൊന്നും കൊള്ളാണ്ട് ഷോപ്പിലേക്ക് പോകാൻ പറ്റി. നല്ല മഴയായതുകൊണ്ട് തന്നെ രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടർക്കിഷ് ഗൗണാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുന്നാളിൻ്റെ ഓർഡേഴ്സൊന്നും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ബ്രൈഡൽ വർക്ക്സ് നമുക്ക് ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ നോമ്പിൻ്റെ ടൈമിൽ നമ്മൾ ഈ ഒരു വർക്കൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷിംഗ് ആയിട്ടുണ്ട്. കസ്റ്റമേഴ്സൊക്കെ പെരുന്നാൾ കഴിഞ്ഞപ്പോഴേ മെസ്സേജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് റെഡിയാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെയിലിൻ്റെയും കാര്യങ്ങളൊക്കെ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തം ചേച്ചിയുടെ ഷോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമുക്കൊരു സിൽവർ കളർ ലേസ് വേണ്ടിയിരുന്നു. പക്ഷേ നല്ല കളക്ഷൻസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അർജൻറ്റായിട്ട് നാളെ തന്നെ കൊടുക്കേണ്ട വർക്കായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി. ഇവിടെ നിന്നൊന്നും നോർമലി കൂടുതലായിട്ട് ലേസ് പർച്ചേസ് ചെയ്യാറില്ല. എന്നാലും ഇപ്പം നമുക്ക് ടൈമില്ല, പുറത്ത് പോയി പർച്ചേസ് ചെയ്യാനും വരുത്തിക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ സ്വന്തം ഷിനിയേജിനെ കാണാത്ത ഒരു ദിവസം നമ്മളെ ജീവിതത്തിലില്ല. കണ്ടിട്ടില്ലെങ്കിൽ തന്നെ എന്തോ പോലെയാണ്. ഡെയിലി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ബനാറസി മെറ്റീരിയലിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അതും എമർജൻസി വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കളർ കട്ട് ബീഡ് നമുക്ക് എങ്ങനെ പരിധിയും കിട്ടുന്നുണ്ടായിട്ടില്ല. അത് പരിധി വന്നു. പിന്നെയാണ് ഓർമ്മിച്ചത് ഒരു പേള് നമ്മൾ വാങ്ങിക്കാൻ മറന്നതിനും. പുതിയ ബുക്കിൻ്റെ മണം പോലെ തന്നെ മുത്തുകളെ പുതിയ മണവും കൂടി എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. അതൊക്കെ മണപ്പിച്ച് നോക്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷോപ്പിലേക്ക് തിരിച്ചെത്തി. അപ്പം നമുക്ക് കുറേ കസ്റ്റമേഴ്സിന് പുതിയ വർക്ക്സിൻ്റെ ഒക്കെ സ്കെച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ റഫായിട്ടുള്ള സ്കെച്ചസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റെഡിയായ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വെച്ച് കഴിക്കാൻ പോയി. അതിനുശേഷം കുറച്ച് ഉറക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് പോയി കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിട്ട് നേരെ ഷോപ്പിലേക്ക് തിരിച്ചു വന്നു. ഇതൊക്കെ നമ്മൾ റെഡിയായ ഔട്ട്ഫിറ്റാണ്. ഒക്കെ ബ്രൈഡൽ വർക്ക്സാണ്. കൂടുതലും ടർക്കിഷ് പാറ്റേൺസാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം വർക്കിൻ്റെ ചില്ലറ ബാക്കി കാര്യങ്ങളും ഫിനിഷിംഗ് വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡമ്മി ആയിട്ടുള്ള കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ നമുക്ക് നാളെ ഡിസ്പാച്ച് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഡമ്മി പണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മളുമായിട്ട് ഇപ്പോഴും ഒന്നും വഴകിയിട്ടില്ല. അപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ നമ്മളെ കണ്ണൂർ കോക്ടെയിൽ പോയി കോക്ടെയിലൊക്കെ കുടിച്ച് ഒന്ന് തണുപ്പിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നാളെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.